സർ, അഴിമതി പരീക്ഷകൾ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആശങ്കയുടെ നടുവിൽ കേരള നിയമസഭ ഇപ്രകാരം ഈ വിഷയത്തെക്കുറിച്ച് സുപ്രധാനമായ ഒരു ചർച്ച നടത്താൻ മുന്നോട്ട് വന്നതിന് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. സർ, ഈ വിഷയത്തിന്റെ ഗൗരവം പരിശോധിക്കുമ്പോൾ ഒരു പൊതുപ്രവേശന പരീക്ഷ നടത്താൻ പോലും കഴിയാത്ത കേന്ദ്ര സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തികഞ്ഞ പരാജയമാണെന്ന് തെളിയിച്ചിരിക്കുന്നതാണ് ഈ സംഭവങ്ങളിലൂടെ എല്ലാം പുറത്തു വരുന്നത്. സാർ, ഇതിൽ സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാർ, ഇവിടെ രാജ്യത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ നാണം കെടുത്തുന്നതും ഇക്കാലം എത്രയും കേട്ടിട്ടില്ലാത്തതുമായ വലിയൊരു അഴിമതിയായി ദേശീയ പ്രവേശന പരീക്ഷകൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്ക് അപമാനമാവുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ പരീക്ഷാ ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സാർ, NTA-യുടെ പരീക്ഷാ പിഴവുകളുടെയും അഴിമതി പരീക്ഷകളുടെയും കെടുതികൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഇന്ന് വലച്ചിരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ഭാവിയിലേക്കുള്ള വാതിലാണ് എല്ലാ നിർണായക പരീക്ഷകളും. എന്നാൽ പരീക്ഷാ നടത്തിപ്പിലെ കള്ളക്കളികൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കണ്ണീരിലാഴ്ത്തുന്നതാണ് ഇന്ന് നാം കാണുന്നത്. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ NTA-യുടെ പിഴവുകൾ പല പരീക്ഷകളെയും ബാധിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ മൗനം പാലിച്ചു നിൽക്കുകയാണ്. സാർ, ഈ ദുരവസ്ഥയുടെ മുൻപിൽ രാജ്യത്ത് കുറ്റമറ്റ നിലയിൽ ഈ പരീക്ഷാ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തമായ ഇടപെടലുകളാണ് ഇന്ന് നമുക്ക് ഉണ്ടാകേണ്ടത്. സാർ, CBI അന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ കുറ്റമറ്റ നിലയിൽ പരീക്ഷാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സർ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വതന്ത്ര സംവിധാനമായ NDA ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പരീക്ഷാ ഏജൻസിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ പെരുമയ്ക്ക് ചേരുന്ന വിധത്തിലുള്ള ഉത്തരവാദിത്തം ആ ഏജൻസിക്ക് ഇല്ലാതെ പോയതിൻ്റെ കെടുതിയാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, രാജ്യത്തെ അക്കാഡമിക് കലണ്ടറിനെ തന്നെ തകിടം മറിക്കുന്ന പിഴവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. പുതുതലമുറയുടെ ഭാവിയുടെ ദിശാസൂചികയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെന്ന തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളിലേക്ക് ഒരിക്കലും ഈ പരീക്ഷാ സംവിധാനം പോകുമായിരുന്നില്ല. നേർവഴിയിലൂടെ മാത്രം സഞ്ചരിക്കുകയും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആശങ്കയുടെ മുൻമുള്ളിലാക്കുകയും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന പരീക്ഷാ നടത്തിപ്പായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ മാറി എന്നുള്ളത് രാജ്യത്തിന് തന്നെ അപമാനകരമാണ്. സർ, NDA നടത്തിയ വിവിധ പരീക്ഷകളിൽ ചെറുതും വലുതുമായ പല പിഴവുകളും ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യത്ത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന മത്സര പരീക്ഷയായ NEET UG-യുമായി ബന്ധപ്പെട്ട് ഇക്കുറിയുണ്ടായ വിവാദങ്ങളാണ് ഈ പിഴവുകൾ കൂടുതൽ പുറത്തു കൊണ്ടുവരാനും രാജ്യം കൂടുതൽ ശ്രദ്ധിക്കാനും ഇടയാക്കിയത്. ഗുരുതരമായ ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കിയ പിഴവുകൾ പരിശോധിക്കുമ്പോൾ സർ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളത്? NTA-യുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കേണ്ടതിന്റെ ഏറ്റവും അനിവാര്യതയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിലും രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിലും പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഒരുക്കം സജ്ജമാക്കുന്നതിലും മൂല്യനിർണ്ണയം തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ പലയിടത്തും NTA-ക്ക് വീഴ്ച സംഭവിച്ചതായിട്ടാണ് കാണുവാൻ കഴിയുക. സർ, പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിലും പണമുണ്ടെങ്കിൽ അഴിമതിയിലൂടെ മുഴുവൻ മാർക്കും ലഭിക്കുന്ന തട്ടിപ്പുകാരുടെ ഗൂഢസംഘങ്ങൾ ഈ പരീക്ഷകളുടെ പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ആശങ്കയോടെയാണ് നമുക്ക് കാണാൻ കഴിയുക. സർ, അതുകൊണ്ട് തന്നെ ഇത്തരം ഗുരുതരമായ ഈ പ്രശ്നത്തിന് മുൻപിൽ കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശക്തമായ ഇടപെടൽ രാജ്യത്തെമ്പാടും പ്രക്ഷോഭങ്ങളിലൂടെ ഇന്ന് ഉയർന്നു വന്നിരിക്കുകയാണ്. സർ, ഇപ്പോഴത്തെ സാഹചര്യം രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാക്കുന്നത് എന്ന യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് മറുപടി നൽകാനും സാധിച്ചില്ലെങ്കിൽ NTA-യുടെ വിശ്വാസ്യത തന്നെ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തെ മത്സര പരീക്ഷകളുടെ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ മികവും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകാൻ കഴിയുന്നത്. സർ, ഇത്തരമൊരു ദുരന്തപൂർണമായ സാഹചര്യത്തിന് പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. പുതിയ തലമുറയോട് പ്രതിബദ്ധതയോടുകൂടി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര പരീക്ഷാ ഏജൻസിക്കും കഴിയട്ടെ എന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു.